ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഉള്ള ഒരു സെമിനാറിലാണ് നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. അത് സംസാരിക്കാൻ കഴിയുക എന്നത് അവന് പിന്നെ എവിടെയും കയറി ചെല്ലാനും ഏത് രാജ്യത്ത് പോയാലും എവിടെ ഒറ്റപ്പെട്ടാലും അവനക്ക് ആ ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ അവനവിടെ രക്ഷപ്പെട്ടു. കാരണം മുമ്പ് പഴയ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ അങ്ങനെ ഒരു ചെറിയൊരു അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് ഭാഷ അത് അത്ര നല്ലതല്ല എന്നൊക്കെ ഉള്ള ഒരു പ്രചാരണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവർ കണ്ട ഒരു മാനദണ്ഡം വന്ന് പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് മുന്നേ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച ഒരു കാലഘട്ടമുണ്ടായി. ആ സമയത്ത് അവർ ഇംഗ്ലീഷ് ഭാഷ നമ്മളെ കൊണ്ട് പഠിപ്പിച്ചിട്ട് അവരെ രാജ്യത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ അടിമപ്പണി ചെയ്യിപ്പിക്കുമോ എന്ന ഒരു ഭയം ഉണ്ടായത് കൊണ്ടാവാം ഒരു പക്ഷേ അവരതിനെ എതിർത്തിരുന്നത്. അല്ലാതെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്നത് അല്ല നമ്മളതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അതിന് ശേഷം ഇപ്പോൾ ഒരുപാട് രാജ്യം വളർന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വന്നു. അത് ഒരുപാട് കാലം മുന്നേ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വന്നു. അതിനുശേഷം ഇപ്പോൾ ഗവൺമെൻറ് രീതിയിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനിയുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും ഇംഗ്ലീഷ് ഭാഷ അനിവാര്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തെളിവെന്നോണം നമ്മളെ എവിടെയാണ് മലപ്പുറം ജില്ലയിൽ വണ്ടൂരോ ഇവിടെ നമ്മളെ രാഹുൽ ഗാന്ധി വന്ന ഒരു സമയത്ത് ഒരു കോളേജിൽ അദ്ദേഹം സംസാരിക്കാൻ വന്ന സമയത്ത് അദ്ദേഹം നിറഞ്ഞ വിദ്യാർത്ഥികളുള്ള ഒരു സദസ്സായിരുന്നല്ലോ. ആ സദസ്സിൽ നോക്കിയിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് പ്രസംഗിക്കുകയാണെങ്കിൽ അത് തർജ്ജമ ചെയ്യാൻ, അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ സാധിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്നാണ് അദ്ദേഹം ആ സദസ്സിനെ നോക്കിയിട്ട് കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതിൽ നിന്നൊരു വിദ്യാർത്ഥി അതിന് ധൈര്യപ്പെട്ടു. ഇംഗ്ലീഷ് മലയാളം നല്ല കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വിദ്യാർത്ഥിയാണ് അതിന് തർജ്ജമ ചെയ്തു കൊടുത്തത്. അത് രാഹുൽ ഗാന്ധിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം സമയം ഒരുപാട് കിട്ടി. കാരണം ഈ പറയുന്നത് അനുസരിച്ച് കുട്ടികൾക്ക് മലയാളത്തിൽ വിവർത്തനം ചെയ്യുമ്പോൾ പിന്നെ അതിൽ സമയത്തിന് പ്രശ്നമില്ല. അതുപോലെ തന്നെ നേരെ മറിച്ച് ഹിന്ദിയിലാണ് ഇംഗ്ലീഷ് അറിയാതെ ഹിന്ദിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ഇത്രത്തോളം ക്ലാരിറ്റി ആയി കിട്ടില്ല. അത് വളരെ നമുക്കൊരു കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. നമ്മളൊക്കെയുള്ള അനുഭവം തന്നെയാണ്. അപ്പോൾ ഏത് സമയത്തും ഇംഗ്ലീഷ്, ഇപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എയർപോർട്ടിൽ ചൈനയിലൊക്കെ എവിടെയൊക്കെ ജോലി കിട്ടിയാൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ അറിയുന്നുണ്ടെങ്കിൽ എവിടെയും ആരെ മുന്നിലും ജോലിക്കും വളരെ സാധ്യത കൂടുതലാണ്. ഇംഗ്ലീഷ് സംസാരിക്കാനും കഴിവുണ്ട് എങ്കിൽ അപ്പോൾ നമ്മളെല്ലാവരും ആ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇനി ഒരുപാട് ആളുകൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നീട്ടിപ്പറയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.